നമസ്കാരം. ആയുർജീവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇടയിൽ ജലദോഷം വരാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ജലദോഷം പലദോഷം എന്നുള്ളൊരു ചൊല്ലും നമ്മുടെ ഇടയിലുണ്ട്. അതായത് മറ്റു പല അസുഖങ്ങൾക്കും ഒരു കാരണമായി ഈ ജലദോഷം മാറിയേക്കാം എന്നാണ് ആ പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജലദോഷം ഉണ്ടാകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ചിലർക്ക് അലർജിയുടെ റിസൾട്ടായിട്ട് ജലദോഷം, അതായത് അലർജിക് ജലദോഷം ഉണ്ടാവാം. അതല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതായത് ചൂടും തണുപ്പും പെട്ടെന്ന് മാറി വരിക, മഴക്കാലം മാറി ചൂടുകാലം, ഉടനെ തന്നെ തണുപ്പ് വരിക, അങ്ങനെ അന്തരീക്ഷത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുമ്പോൾ വൈറസിന് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും അലർജിക് ടെൻഡൻസി ഉള്ളവർ കഴിയുന്നതും ഈ പൊടിപടലങ്ങൾ, പിന്നെ ഈ പെറ്റ്സ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി, പൂച്ച ഇവയുടെയൊക്കെ രോമങ്ങൾ വരുന്നത്, പിന്നെ ഈ വളരെ ഇൻറ്റൻസ് മണമുള്ള സ്പ്രേ, ബോഡി സ്പ്രേ, സെൻറ്റ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റെമഡി തന്നെയാണ് ജലദോഷം വരാതിരിക്കാൻ. ഞാൻ ആദ്യം പറയാൻ പോണ പരിഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കും. ജലദോഷത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരം തുളസി കഷായം. അതിന് വേണ്ട സാധനങ്ങൾ: തുളസി, കരിപ്പട്ടി, ചിലർ ശർക്കര ഇടും, കരിപ്പട്ടിയാണ് കുറച്ചുകൂടെ ഔഷധ മൂല്യമുള്ളത്, ഓമം. ഈ തുളസി കഷായം നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു 200 ml, ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ 200 ml വെള്ളത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു പിടി തുളസിയില എടുക്കുക. എത്രയും തുളസിയില കൂടുന്നത് നല്ലത് തന്നെയാണ്, എന്നാലും ഏകദേശം ഒരു പിടി എടുക്കുക. പിന്നെ കരിപ്പട്ടി അതുപോലെ ഒരു 50 ഗ്രാം, പിന്നെ രുചിക്കനുസരിച്ച് 50 ഗ്രാം എങ്കിലും വേണം. പിന്നെ ഓമം. ഈ ഓമം ചൂടാക്കി വറുത്ത് പൊടിച്ച ഓമ പൊടിയായിട്ടും ഉപയോഗിക്കാം, ഓമമായിട്ടും ഇടാം. അതൊരു 4-5 സ്പൂൺ ഓമം, ടീസ്പൂൺ ഓമം. ഇതും കൂടി ഒരു അരമണിക്കൂർ തിളപ്പിക്കുക. അങ്ങനെ ഈ 200 ml വെള്ളം എന്നുള്ളത് ഒരു 100 ml വെള്ളമായി കുറയും, അത്ര അരമണിക്കൂർ കൊണ്ട്. എന്നിട്ട് അതിനെ തണുപ്പിച്ച് അരിച്ചെടുത്ത് തുളസി കഷായമായിട്ട് ഉപയോഗിക്കുക. ഇതൊരു 2 നേരമെങ്കിലും ദിവസവും കുടിച്ചിരിക്കണം. ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കിയ ഈ കഷായം ഒരു 3 ദിവസം വരെ നമുക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസും കൂട്ടിയിട്ട് ഒരു 3 days അതിരിക്കണമാതിരി 2 നേരം കുടിക്കത്തക്ക തരത്തിൽ 300 ml ഒക്കെ ഒരുമിച്ച് നമുക്ക് കഷായം ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഞാൻ മേൽപ്പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയ തുളസി കഷായമാണ് ഇപ്പോഴേക്ക് കാണുന്നത് നിങ്ങൾ. ഇതൊരു 100 ml ഉണ്ട്. ഇത് 50 ml വെച്ച് 2 നേരം കുടിക്കാം. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 3 ദിവസത്തോളം വെച്ച് വേണമെങ്കിലും നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ജലദോഷത്തിനുള്ള മറ്റൊരു പരിചിതമായൊരു പ്രതിവിധിയാണ് പാലിൽ മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് കുടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒരു ഗ്ലാസ് ചൂട് പാലെടുക്കുക. നല്ല ചൂട് വേണം, ഇളം ചൂടല്ല, ഒരല്പം ചൂടുള്ള പാല് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞളിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരുപാട് കോസ്മെറ്റിക് പ്രോപ്പർട്ടിയും മഞ്ഞളിനുണ്ട്. 1 ടീസ്പൂൺ, ഈ കഫത്തിനാണ് കുരുമുളക് ചേർക്കുന്നത്, സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ല ചൂടുള്ള പാലിൽ തന്നെ ഇത് ഒഴിക്കുമ്പോൾ നല്ല മിക്സായിട്ട്, ഇതിന് ചെറിയൊരു കുരുമുളകിൻ്റെ എരിവുണ്ടാവും, മഞ്ഞളുടെ ഒരു കയ്പും ഉണ്ടാവും. പക്ഷെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ മഞ്ഞപ്പൊടി ഇട്ട പാല്, കുട്ടികൾക്കാവുമ്പോൾ കുരുമുളക് അല്പം കുറച്ചാലും നല്ലതാണ്, കാരണം ഇത്രയും എരിവ് കുട്ടികൾ താങ്ങില്ല. അതുകൊണ്ട് വെറും മഞ്ഞപ്പൊടി ഇട്ട പാലാണെങ്കിലും കുട്ടികൾക്ക് ജലദോഷത്തിന് കൊടുക്കുന്നത് നല്ലതാണ്, കഫം കെട്ടാതിരിക്കും. മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട പാല്, ഇത് 2 നേരം